ഹലോ, നമ്മളങ്ങനെ ബാലിയിൽ നിന്ന് ന്യൂസാ പെനീഡ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഐലൻഡിൽ 2 ഫെറി പോർട്ടുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ പെനീഡ ഫെറി പോർട്ടിലാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ന്യൂസാ പെനീഡ ഐലൻഡിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ന്യൂസാ പെനീഡ ഐലൻഡിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ATM കൗണ്ടറുകളില്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാഷ് ഇടപാടുകളൊന്നും നടക്കില്ല. ലിക്വിഡ് ക്യാഷായിട്ട് പൈസ കൊണ്ടുവരാൻ മറക്കരുത്. നിങ്ങളൊരു ഐലൻഡ് പാക്കേജ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു ഏരിയയിൽ നിങ്ങളുടെ നെയിം ബോർഡായിട്ട് നിൽക്കുന്നുണ്ടാവും ആൾക്കാർ. അതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇത്തിരി അബദ്ധം പറ്റി, നമ്മളത് ശ്രദ്ധിച്ചില്ല. നമ്മളങ്ങോട്ട് കുറച്ച് ദൂരം പോയപ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമ്മളെ തിരിച്ച് വിളിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായത്. നമ്മുടെ ഈ മുന്നിൽ പോകുന്ന വെള്ള ടീഷർട്ടുള്ള ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ കം ഗൈഡ്. ആള് നമ്മുടെ അടുത്ത് ഇത്തിരി ദേഷ്യത്തിലാണ്. കാരണം നമ്മളാള് ബോർഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ പരിശോധിച്ചപ്പോൾ ആള് നമ്മുടെ മുന്നിൽ ബോർഡ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം പറയാൻ മറന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പ്ലഗുകൾ ഇവിടുത്തെ ബാലിയിലെ സോക്കറ്റുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അതിനൊരു അഡാപ്റ്റർ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റൂമിൽ ചെന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് ബീച്ചുകളാണ്. കൂടാതെ സ്നോർക്കലിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനും ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെയുണ്ട് ഇവിടെ. അങ്ങനെ പോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്തും ഒരു ചെക്കിംഗ് ഉണ്ട്. ഇവിടെ നമ്മുടെ ടിക്കറ്റാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫെറി ടിക്കറ്റ് ഒരിക്കലും കളയാതെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ നിങ്ങൾ പാക്കേജ് എല്ലാം എടുത്തിട്ട് വരുന്നെങ്കിൽ ഇവിടെ കണ്ടോ ഒരുപാട് ബൈക്കുകൾ റെൻറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ 500 രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ ബൈക്കുകൾ റെൻറ്റിന് ലഭിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു പാക്കേജിൽ വേറൊരു ടീമും കൂടിയും കാറിലുണ്ട് കേട്ടോ. ഈ മുന്നിൽ പോകുന്ന ചേട്ടനാണ്, ആൾ UP എന്നുള്ളതാണ്. ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനാണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ട്രാവൽ ഏജൻസികളുടെ ഷോപ്പുകളാണ്. ഫെറിയിൽ നിന്ന് ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് കടലിൻ്റെ സൗന്ദര്യം കൂടുതൽ അറിയാൻ പറ്റുന്നത്. തായ്ലൻഡിലൊക്കെ കാണുന്ന അതേപോലെയുള്ള അടിപൊളി ബീച്ച് തന്നെയാണ് ഇവിടെയുള്ളത്. നല്ല നീല നിറത്തിലുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെയും. നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന പല ആൾക്കാരും പല രീതിയിലുള്ള പാക്കേജ് എടുത്തിട്ട് വരുന്നവരാണ്. ചില ആൾക്കാർ പാക്കേജ് എടുക്കാതെ ഇവിടെ താമസിച്ച് ഒരു ബൈക്കൊക്കെ റെൻ്റ് എടുത്ത് അങ്ങനെ കറങ്ങുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്നോർക്കലിങ്ങിന് വന്ന ആൾക്കാരായിരിക്കും. അങ്ങനത്തെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ നമ്മുടെ ബോട്ടിലുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ ബോട്ടിലുള്ള എല്ലാവരും ഒരേ പാക്കേജ് എടുത്ത് വരുന്നവരാണെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ ഈ കാത്തു നിൽക്കുന്നവരൊക്കെ സ്നോർക്കലിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകാൻ നിൽക്കുന്നവരാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, അതൊരു ഹോട്ടലാണ്. ഈ ഒരു റൂഫ് കണ്ടപ്പോഴേ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഉള്ള ഹൗസ് ബോട്ട് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അതിൻ്റെ റൂഫ് പോലെ ഇല്ലേ ഈ ഒരു റൂഫൊക്കെ കാണാൻ. പിന്നെ ഇവിടുത്തെ ബാലിയിലൊരു ട്രഡീഷണൽ സംഭവങ്ങളാണ് ഈ ഓല മേഞ്ഞ റൂഫും അതുപോലെ തന്നെ ബാമ്പുവിൻ്റെ പില്ലറുകളെല്ലാം വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇതാ. ഈ ഒരു ബീച്ചുകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം നോക്കിയിട്ട് കാര്യമില്ല. ന്യൂസാ പെനീഡ ഉൾവശങ്ങളെല്ലാം നല്ല മലനിരകളാണ് കേട്ടോ. ഏകദേശം സീ ലെവലിൽ നിന്ന് 524 മീറ്റർ വരെ ഉയരമുള്ള മലനിരകൾ ഉണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ നമ്മൾ നടന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ബ്രോക്കൺ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2020 മുതൽ ഇന്തോനേഷ്യൻ ഗവൺമെൻറ് ഈ ഒരു ഐലൻഡിനെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അത്യാവശ്യം ഡെവലപ്മെൻറ്റൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല റോഡുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഐലൻഡ് ടൂറിസം ഫ്രണ്ടിൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പോലെ തന്നെ ഇവിടെയും ചെറിയ ചെറിയ മോഷണവും പോക്കറ്റ് അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നവർ അതും കൂടി ഒന്ന് കരുതിയിരിക്കണം കേട്ടോ. ഈ ഒരു ഐലൻഡ് സ്കൂബ ഡൈവിങ്ങിന് എന്താണ് ഇത്ര ഫേമസ് എന്നറിയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 1500 ഹെക്ടറോളം പവിഴപ്പുറ്റുകൾ ഉണ്ട് എന്നാണ് കണക്ക്. സ്കൂബ ഡൈവിംഗ് പോലെ തന്നെ ന്യൂസാ പെനീഡ ഐലൻഡ് ബേർഡ് വാച്ചേഴ്സിൻ്റെയും പറുദീസയാണ്. കാരണം ഇവിടെ ഒരുപാട് വംശനാശം നേരിടുന്ന പക്ഷികൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ നല്ല സ്പീഡിലാണ് ചെറിയ വഴിയിലൂടെയൊക്കെ ഓടിക്കുന്നത്. നമ്മളോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ തീർക്കാൻ തോന്നുന്നുണ്ട് ആള്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതുപോലെയുള്ള ലോക്കൽ ആളുകളാണ് ഇവിടെ ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലീസിന്റെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ഗവൺമെന്റ് ഇതുപോലെയുള്ള ആൾക്കാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടോയ പക്ക എന്ന് പറഞ്ഞ ടൗണിൽ കൂടെയാണ് കേട്ടോ. ഈ ഒരു ഐലൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് അറ്റത്താണ് ബ്രോക്കൺ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം പോർട്ടിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരമുണ്ട്. 1 മണിക്കൂറോളം സമയം എടുക്കും നമുക്ക് അവിടേക്ക് എത്താൻ. ഈ ഒരു ന്യൂസാ പെനീഡ ഐലൻഡിൽ 65,000 പേരോളം
താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതുപോലെ തന്നെ 250 കിലോമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ദ്വീപിൻ്റെ വലിപ്പം. നിങ്ങൾ ന്യൂസ പെനിഡ ഐലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7:30 മുതലാണ് ഇവിടെ സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് തുടങ്ങുന്നത്. മാക്സിമം ഏറ്റവും ഫസ്റ്റത്തെ ഫെറി സർവീസിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചാൽ ന്യൂസ പെനിഡ ഐലൻഡ് മൊത്തമായിട്ട് കറങ്ങിയിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ ന്യൂസ പെനിഡ ഐലൻഡിൽ നിന്ന് ബാലിക്കുള്ള സ്പീഡ് ബോട്ട് വരുന്നത് 5 മണിക്കാണ്. 4:30 തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് 5 മണിയുടെ ബോട്ടിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ തെങ്ങുകളുണ്ട്. അതുപോലെ തന്നെ തേക്ക് മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. നമ്മളങ്ങനെ ടൗൺ ഏരിയ എന്നൊക്കെ മാറിയിട്ട് ഉള്ളേരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീടുകളും മറ്റും കാണാതായിട്ടുണ്ട്. നിരപ്പായ റോഡുകളിൽ നിന്നൊക്കെ നമ്മൾ അത്യാവശ്യം കുന്നും മലകളൊക്കെ ഉള്ള ഏരിയകളിലെത്തി. അതിനിടയിലൊന്നും മഴയൊക്കെ ഒന്ന് ചാറി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ പാളുമെന്ന് അറിയില്ല, നല്ല മഴക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോയി തുടങ്ങി. നമ്മുടെ ബീച്ചൊക്കെ എത്താറായിട്ടുണ്ട്, ബീച്ചൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. If you want to get everything, all of your booking today, just follow me. Okay. Don't spend too lot on the each spot if you want all the destination. Here for stop, and from here far away go to the next one, and from next one to the Crystal Bay is 40 minutes. Each spot is far away from each other. And also later you have lunch packet. Just follow me please if you need if you want get all of your package. Yeah, this way. അങ്ങനെ നമ്മൾ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഗൈഡ് നമുക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് പോരണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ വൈകിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് കേട്ടോ നമ്മുടെ ബ്രോക്കൺ ബീച്ച്. ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട്. 15,000 ഇന്തോനേഷ്യൻ റുപ്യാണ് കേട്ടോ എൻട്രി ഫീസ്. നാട്ടിൽ ഏകദേശം 75 രൂപയുള്ളൂ. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും ഉണ്ട്. കാറിനാണെങ്കിൽ 10,000 ഇന്തോനേഷ്യൻ റുപ്യയും ബൈക്കിനാണെങ്കിൽ 5,000 ഇന്തോനേഷ്യൻ റുപ്യാണ്. നാട്ടിലെ 50ഉം 25ഉം അത്രയേ വരുന്നുള്ളൂ. നമ്മളെടുത്ത പാക്കേജിലെ എൻട്രി ഫീസും പാർക്കിംഗ് ഫീസൊക്കെ ഉൾപ്പെടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലൊരു ഇറക്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മളിവിടെ എത്താനായിട്ട് മുമ്പ് റോഡൊക്കെ കുറച്ച് മോശമായിരുന്നു. ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടോ, നമുക്ക് ബാലി ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസത്തിലുള്ള ഫോട്ടോ ഫ്രെയിമുകളൊക്കെ കാണില്ലേ. പക്ഷേ ഓരോ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഇന്തോനേഷ്യൻ റുപ്യ 1,00,000 രൂപയോളം കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നിറച്ച് കടകളാണ്. എല്ലാ കടകളിലും കരിക്ക് വെക്കുന്നത് കേട്ടോ. നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു ഭാഗത്തെത്തിയപ്പോഴേ നമ്മുടെ വിഷ്ണു പോണ് കണ്ടപ്പോൾ അവിടുത്തെ ഒരാൾ അവനെ സൽമാൻ എന്ന് വിളിച്ചു. അതാണ് അവൻ തിരിഞ്ഞു നോക്കി പോണത് കേട്ടോ. ഇവർക്ക് ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആകെ 2 പേരറിയുള്ളൂ. ഒന്ന് സൽമാൻ ഖാൻ, 2 ഷാരൂഖ് ഖാൻ. ഈ ഒരു ദ്വീപൊക്കെ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഉണ്ടായതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ. അത് കാരണം തന്നെ ഈ ലാവയൊക്കെ വന്ന് ഉറച്ചിട്ടുള്ള പാറകളാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത്. നമുക്ക് പോകാനുള്ള ഡയറക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ലെഫ്റ്റിലേക്കാണ് കേട്ടോ നമുക്ക് ബ്രോക്കൺ ബീച്ചിലേക്ക് പോകാനുള്ളത്. ഇവിടെ വന്നപ്പോഴേ പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഒരു കടയിൽ കയറിയിരുന്നു കേട്ടോ. അതിനുശേഷം മഴ തോർന്നപ്പോഴാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബ്രോക്കൺ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബ്രോക്കൺ ബീച്ച് കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ബ്രോക്കൺ ബീച്ച്. എന്താ അടിപൊളിയാണ് അല്ലേ. ആ ഒരു ആർച്ചിന് മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. കടലിങ്ങനെ അടിച്ചടിച്ചിട്ടേ സോഫ്റ്റ് ആയിട്ടുള്ള പാറയൊക്കെ ഇങ്ങനെ പോയിട്ടാണ് ഇതുപോലെ ഒരു കേവ് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നത്. ഏകദേശം 1500ഓളം വർഷം എടുത്തിട്ടുണ്ടെന്നാണ് പറയണത് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ബ്രോക്കൺ ബീച്ചിന് താഴത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല, പക്ഷേ ഇതിന് ചുറ്റും നടന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു ബ്രോക്കൺ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുരക്ഷയ്ക്കായിട്ട് ഒരു ഹാൻഡ് റെയിൽ പോലെയുള്ള ഒരു സംഭവങ്ങളൊന്നും നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിലേക്ക് വീഴുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം 2023 ഒരു ഇന്ത്യക്കാരൻ വീണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇതിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുക. നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും മുഖ്യം. ബാലിയിലെ പല ഫോട്ടോസും കണ്ടപ്പോൾ ഇവിടേക്കൊന്ന് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ബ്രോക്കൺ ബീച്ചിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഏഞ്ചൽ ബില്ലാബോങ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.